നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, കോൺഗ്രസിന്റെ ഇപ്പോഴത്തെയും MLA, അദ്ദേഹത്തിനെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന സന്ദേശമാണ് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കവേ അതിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും പറഞ്ഞത്. KPC പ്രസിഡന്റ് നടപടിയിലേക്ക് പോകുന്നുവെന്നതിന്റെ സൂചന നൽകി. ശരിയായ തീരുമാനം, ബ്രഹ്മാസ്ത്രം ഉടൻ ഉണ്ടാകുമെന്നാണ് K മുരളീധരൻ പറഞ്ഞത്. ഗൗരവത്തോടെയുള്ള തീരുമാനമെടുക്കാൻ സമയമാകുന്ന സൂചനയാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത്. VM സുധീരൻ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന വാചകം വളരെ കൃത്യമായി പറയുകയും ചെയ്തു. പക്ഷേ തീരുമാനം ഇന്നും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലെ ജാമ്യ ഹർജി ആദ്യത്തെ കേസിൽ ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ അതിലൊരു തീരുമാനം വരും. ആ തീരുമാനത്തിന് ശേഷം അദ്ദേഹത്തെ പുറത്താക്കാൻ കാത്തിരിക്കുകയാണോ കോൺഗ്രസ്, അതോ എല്ലാവർക്കും ഒരുപോലെ പുറത്താക്കി ഈ ബാധ ഒഴിയണം എന്ന അഭിപ്രായമുള്ളപ്പോഴും അത് നടപ്പിലാക്കാൻ കഴിയാത്ത വിധമുള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ആ പാർട്ടിക്കകത്ത് ഇപ്പോഴും അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ടോ? പുതിയൊരു പരാതിന്മേൽ ഇപ്പോൾ FIR ഇട്ടിരിക്കുന്നു. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു. നമുക്കറിയാം, ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള 23-കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നൽകിയിട്ടുള്ള രണ്ടാമത്തെ പരാതിയിൽ ഭയാനകമായ വിവരങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത്. അതേ മുൻനിർത്തിക്കൊണ്ട് ഒരു കേസ് കൂടി ഇപ്പോൾ എടുത്തിരിക്കുന്നു. ഇനി ഏതെങ്കിലും ഒരു കേന്ദ്രം കോൺഗ്രസിൽ ഇയാളെ സംരക്ഷിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് സാധ്യമാകുന്ന ഘട്ടം കഴിഞ്ഞു പോയോ? ഇപ്പോഴും പൂർണ്ണമായും പുറത്താക്കി ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ബാധ്യതയെ ഒഴിച്ചു കളയാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയാത്തത്? കേവലമായ സാങ്കേതിക കാരണങ്ങൾ മാത്രമായിരിക്കുമോ ആ തീരുമാനം വൈകുന്നതിന് പിന്നിൽ, അതോ അതിനപ്പുറമുള്ള രാഷ്ട്രീയമായ ആഭ്യന്തര രാഷ്ട്രീയ സംഗതികൾ അതിനകത്തുണ്ടോ? ഈ വിഷയം സംസാരിക്കുകയാണ് സ്പെഷ്യൽ എഡിഷൻ. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും മുറിച്ചു കളയാൻ കോൺഗ്രസ് നേതൃത്വം ഈ രാത്രിയിലും തയ്യാറാവാത്തത്? എന്നോടൊപ്പം ഈ ചർച്ചയിൽ PM മാർഷോ CPIM-ൽ നിന്ന് ശ്രീകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകനും കോൺഗ്രസ് സഹയാത്രികനും, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താനെ പ്രതീക്ഷിക്കുന്നു, A സജീവൻ, മാധ്യമ പ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം A സജീവൻ, നോക്കൂ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൻ്റെ ഭാരം കൂടിക്കൊണ്ടേ വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആൾ എന്തുമാത്രം നമ്മളെ പേടിപ്പിക്കുന്ന സ്വഭാവത്തിലുള്ള ഒരു ഇരപിടിയൻ രൂപത്തിൽ പ്രവർത്തിച്ച ആളാണ് എന്നതിൻ്റെ വിവരങ്ങൾ ഓരോ ദിവസവും കൂടുതലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇനിയൊരു ഡിഫൻസ് സാധ്യമാകാത്ത വിധം. പക്ഷെ എന്നിട്ടും ഇപ്പോഴും അയാൾ പൂർണ്ണമായും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടില്ല. ഈ റിസ്ക് എന്തിനായിരിക്കും കോൺഗ്രസ് നീട്ടിക്കൊണ്ടുപോകുന്നത്? തീർച്ചയായിട്ടും കോൺഗ്രസിനത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല. താങ്കൾ പറഞ്ഞ പോലെ എന്തോ ഒരു പ്രശ്നം എവിടെയോ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. രാഹുലിനെ ഇപ്പോഴും സംരക്ഷിച്ച് നിർത്തുക എന്ന് പറയുന്നത് മറ്റാരുടെയൊക്കെയോ താല്പര്യമായിട്ട് നിൽക്കുന്നു. അതല്ലെങ്കിൽ K മുരളീധരൻ പറഞ്ഞ പോലെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ ബാംഗ്ലൂരിലുള്ള യുവതിയുടെ പരാതി മാത്രമല്ല, കോൺഗ്രസിൽ തന്നെയുള്ള ഷഹനാസിനെ പോലുള്ള ആളുകൾ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ അവർ വളരെ രൂക്ഷമായ രൂപത്തിലുള്ള പ്രതികരണമാണ് നടത്തിയിട്ടുള്ളത്. കുറേ പേർക്കുള്ള അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. എനിക്കറിയാം, ഇന്ന ആളുകൾക്ക് കോൺഗ്രസിലെയും മഹിളാ കോൺഗ്രസിലെയും അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിലെയൊക്കെ പല ആളുകൾക്കും, സ്ത്രീകൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ ഈ ഘട്ടത്തിൽ സത്യത്തിൽ വേണ്ടത് VM സുധീരൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇനി ഒരു നിമിഷം പോലും അവസരം കൊടുക്കാതെ, ഒരു നിമിഷം പോലും പാഴാക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. കാരണം അങ്ങനെ ആകുമ്പോൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മറ്റൊരു പാർട്ടിയും, കോൺഗ്രസ്സുകാർ പറയുന്നത് വളരെ ശരിയാണ്, മറ്റൊരു പാർട്ടിയും ഇപ്പോൾ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ പല കാര്യങ്ങൾ പാർട്ടിയുടെ നിലപാടുകളെക്കുറിച്ച് പറയും. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു, രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ തങ്ങളുടെ കോൺഗ്രസിൻ്റെ പക്ഷത്ത് നിർത്തുന്നില്ല, അവർക്ക് സ്പീക്കർക്ക് കത്ത് കൊടുത്തു, ഒപ്പം കൂട്ടുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ചില ആളുകളൊക്കെ ഈ രംഗത്ത് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലൊക്കെ അദ്ദേഹം ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ ആ നിലനിർത്തുന്ന കുറേ ഏതോ ഒരു ഘടകം, പിടിച്ചു വലിക്കുന്ന ഏതോ ഒരു ഘടകമുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിചാരിച്ചാൽ നടക്കുന്നതല്ല. അതിനപ്പുറത്ത് ആർക്കൊക്കെയോ താല്പര്യമുണ്ട്. ശരിയാണ് സജീവൻ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് ഉയർന്നു വരികയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആവുകയും ചെയ്ത ഒരാളാണ്. അദ്ദേഹത്തിന് അങ്ങനെ അടിത്തറ ഉണ്ടെന്ന് വിചാരിക്കാൻ വയ്യ. അദ്ദേഹം ഉയർന്നു വന്ന വഴി നമുക്കറിയാമല്ലോ. അങ്ങനെ അടിത്തട്ടിൽ പണിയെടുത്ത് വളർന്നു വന്ന ആളല്ല. അതുകൊണ്ട് തന്നെ അടിത്തട്ടിലെ പാർട്ടി ബന്ധമല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പവർ എന്ന് പറയുന്നത് ഗോഡ് ഫാദറാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഞാൻ വളരെ ഡയറക്റ്റായി ചോദിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് ഷാഫി പറമ്പിലാണ്. ഇന്നും ഷാഫി പറമ്പിലിനോട് ചോദിക്കുന്നു, ഷാഫിയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ചോദിക്കുമ്പോൾ ഷാഫി പറയുന്നത് അദ്ദേഹം മാറി നിൽക്കണമെന്ന് പാർട്ടി ആഗ്രഹിച്ചു, ആ തീരുമാനം അദ്ദേഹവും എടുത്തു എന്നാണ്. അദ്ദേഹം ഒരു തെറ്റു ചെയ്തു എന്ന് ഷാഫി ഒരു ഘട്ടത്തിലും പറയുന്നില്ല.
അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അനുചിതമായ പെരുമാറ്റമുണ്ടായി എന്ന് പോലും പറയുന്നില്ല. അദ്ദേഹത്തെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു എന്ന് പോലും പറയില്ല. പകരം എന്താണ്, പാർട്ടി അദ്ദേഹത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ചു, അദ്ദേഹവും സ്വമേധയാ തൻ്റെ ഒരു നൈതിക ബോധത്തെ മുൻനിർത്തി ആ തീരുമാനമെടുത്തു എന്നേ എപ്പോഴും പറയൂ. 3 തവണ ഞാൻ കേട്ടിട്ടുണ്ട്. 3 തവണയും ഷാഫി പ്രതികരിച്ചിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് ആയിട്ടാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലും അക്കാര്യത്തിൽ സ്വയം ഒരു നീതി ബോധം കൊണ്ടുകിടന്ന ആളാണ് എന്ന മട്ടിൽ. അപ്പോൾ ഇത്തരത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ പൊതുവികാരത്തിൽ നിന്ന് ഇപ്പുറത്ത് നിന്ന് വർത്താനം പറയുന്ന ഒരേ ഒരാൾ ഷാഫി പറമ്പിലാണ്. അപ്പോൾ അതിനകത്ത് ഷാഫിയുടെ താല്പര്യം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് ന്യായമായി സംശയിക്കാമോ സജീവൻ? തീർച്ചയായിട്ടും ഷാഫി പറമ്പിലിൻ്റെ താല്പര്യമാണ്. ഷാഫി പറമ്പിൽ താങ്കൾ പറഞ്ഞ പോലെ ഇതുവരെയും ഈ മറ്റു പല നേതാക്കന്മാരും തള്ളിപ്പറയുന്ന അവസ്ഥയുണ്ട്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടി വേണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഷാഫി പറമ്പിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഷാഫി പറമ്പിൽ മാത്രമല്ല, ഈ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പോലും ഈ മറ്റ് നേതാക്കന്മാർ പറയുന്ന പോലെ കർക്കശമായിട്ടുള്ള നിലപാടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ 2 പേരുടെ, കാരണം ഷാഫി പരസ്യമായി തന്നെ ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. K. സുധാകരൻ നേരത്തെ ഇതേപോലെ പറഞ്ഞു. പക്ഷേ സുധാകരൻ പിന്നീട് മാറ്റി പറയേണ്ട ഒരു അവസ്ഥ വന്നു. സണ്ണി, KPCC പ്രസിഡന്റ് സണ്ണി പറഞ്ഞു, വ്യാജ പരാതികൾ കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷേ അപ്പോഴും പിന്നീട് അദ്ദേഹം പറയുന്നു നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നു പറയുന്നു. ഇവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ആളുകൾ, ഷാഫി പറമ്പിൽ വളരെ ശക്തമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇവർ തമ്മിലുള്ള ബന്ധം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത്രയും ശക്തമായ ബോണ്ടിങ് ഉള്ളതാണ്. അതിനപ്പുറത്തും ചില താല്പര്യങ്ങൾ ഉണ്ടോ എന്നുള്ള ഒരു സംശയമുണ്ട്. കാരണം അവിടെ ഷാഫി പറമ്പിൽ മാത്രം വിചാരിച്ചാൽ ഇത്രയും നേതാക്കന്മാർ ഒക്കെ ഉണ്ടായിട്ടും എന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആഗ്രഹിച്ച ആളായിരുന്നു. തുടക്കം മുതൽ തന്നെ വളരെ അഡമൻ്റായ പൊസിഷൻ എടുത്ത് VD സതീശനാണ്. അപ്പോൾ VD സതീശൻ്റെ ഒരു പൊസിഷൻ ഫൈനലി സക്സസ്ഫുൾ ആവുന്നു എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ അങ്ങനെയൊക്കെ കാണാമോ എന്നെ? തീർച്ചയായിട്ടും അത് അങ്ങനെ ഒരു ഘടകമുണ്ട്. കാരണം VD സതീശൻ കർക്കശമായ രൂപത്തിലുള്ള നിലപാടെടുത്തു. അതിൽ നിന്ന് സതീശൻ കഴിഞ്ഞ ദിവസം പോലും പറഞ്ഞു, ഞാൻ നിലപാടിൽ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല, മാറ്റിയിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് സതീശൻ്റെ പ്രതികരണത്തിൽ നമുക്കറിയാം ഒരു തരത്തിലുള്ള വലിയ നീരസമുണ്ട്. കാരണം ശരിക്കും നടപടി എടുക്കേണ്ട ഘട്ടത്തിലെത്തിയിട്ട് പോലും നടപടി എടുക്കാത്തുള്ള നീരസമുണ്ട്. ഇതിൽ സതീശനെ ഒതുക്കൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് തന്നെ കാണുന്നു. സതീശൻ ശക്തമായിട്ട് ആദ്യം രംഗത്ത് വന്നതുകൊണ്ട് എന്നാൽ പിന്നെ നോക്കട്ടെ കാണട്ടെ എന്നുള്ള രീതിയിലേക്ക് കൂടിയാണ്. ഒരു ഇലക്ഷൻ കാലത്ത് പാർട്ടി വഴിയിൽ നിന്ന് നരയിക്കുന്ന ഘട്ടത്തിലും കോൺഗ്രസിനകത്ത് വേറെ ചില ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. നാളെയും കൂടെ നോക്കാം. എന്തായാലും ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷെ നടപടിയിലേക്ക് പോകാൻ ആ പാർട്ടി നിർബന്ധമാകുമെന്ന് തോന്നുന്നു. ഞാൻ ആർഷോയിലേക്ക് പോകുന്നതിന് മുൻപ് ഒരു അപ്ഡേറ്റ് എടുക്കട്ടെ. ഇപ്പോൾ ഒരു പുതിയ FIR കൂടി രാഹുൽ മാങ്കൂട്ടത്തിലെ ചുമത്തപ്പെട്ടിരിക്കുന്നു. സിജോ വി ജോൺ ഞങ്ങളുടെ പ്രതിനിധി തിരുവനന്തപുരത്തും ചേരുന്നു. സിജോ, പുതിയ FIRന്റെ ഉള്ളടക്കത്തിൽ എന്താണ് പറയുന്നത്? ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 2ാമത്തെ കേസ് കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇന്നലെയാണ് KPCC പ്രസിഡന്റിന് ഒരു പരാതി കിട്ടുന്നത്. അത് പിന്നീട് DGPക്ക് കൈമാറി. ആ പരാതിയിൽ ഒരു പ്രാഥമിക വിവരശേഖരണം നടത്തി. അതിൽ തന്നെ പ്രഥമ ദൃഷ്ട്യാ കേസെടുക്കാൻ തെളിവുണ്ടെന്ന് SITക്ക് മനസ്സിലായി. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ അന്വേഷണ ടീമിനെയും രൂപീകരിച്ചിട്ടുണ്ട്. IG സ്പർജൻ കുമാറിനാണ് ഇതിന്റെ മേൽനോട്ട ചുമതല നൽകിയിരിക്കുന്നത്. DYSP സജീവനായിരിക്കും ഇതിന്റെ അന്വേഷണം നടത്തുക. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് വൈകാതെ തന്നെ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ അന്വേഷണ സംഘം സമീപിക്കും. ഇവരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം മറ്റ് കൂടുതൽ വകുപ്പുകളൊക്കെ ചുമത്തി അന്വേഷണമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നിലവിൽ ഈ കേസിൽ ഒരാൾ മാത്രമാണ് പ്രതി, രാഹുൽ മാങ്കൂട്ടത്തിലിനെ മാത്രമാണ് പ്രതിയെടുത്തിട്ടുള്ളൂ. ഫെന്നി നൈനാനെ ഇപ്പോൾ പ്രതിയാക്കുന്നില്ല. കൂടുതൽ അന്വേഷണത്തിലൂടെ ഇയാളുടെ പങ്ക് വ്യക്തമായാൽ കൂട്ടുപ്രതിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിനെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ ഓടിക്കൊണ്ടേയിരിക്കുന്ന വാഹന വ്യൂഹം ഇപ്പോൾ ഏത് സംസ്ഥാനത്താണെന്നാണ് പോലീസ് വിചാരിക്കുന്നത്? ഏറ്റവും അവസാനമായി നമുക്ക് ലഭിക്കുന്ന ഒരു അപ്ഡേഷൻ പ്രകാരം കർണാടകത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് എവിടെ പോയെന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരമില്ല. ഇയാൾ ഓരോ സ്ഥലങ്ങളിലും വേറെ വേറെ വാഹനങ്ങളിൽ കയറി യാത്ര ചെയ്യുന്നു. ഒരു സ്ഥലത്ത് നിന്ന് പോവുകയാണെങ്കിൽ അടുത്ത സ്ഥലത്തെത്തി ആ സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുമ്പോൾ പിന്നെ കൂടെ വേറെ ആളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് പോലീസ് ട്രേസ് ചെയ്ത് മറ്റു സ്ഥലത്തോട്ട് എത്തുമ്പോഴത്തേക്കും അയാൾ മറ്റൊരു സംഘത്തിന്റെ സഹായത്തോടു കൂടി അങ്ങ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് മനസ്സിലാവുകയും ചെയ്തത്. എന്തായാലും വൈകാതെ തന്നെ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം നടന്നിട്ടുണ്ട്. അതിൽ കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷന് സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്.
നാളെ അതിൽ ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു FIR കൂടി വന്നിരിക്കുന്നു. അതിൽ ഗുരുതര സ്വഭാവമുള്ള സംഗതികളുണ്ട് എന്നാണ്. CPM ആർഷോ CPM ൽ നിന്ന് ആർഷോ ഒരു പരാതി KPCC പ്രസിഡന്റിന് കിട്ടുന്നു. ആ പരാതി അപ്പോൾ തന്നെ പോലീസിന് കൊടുക്കുന്നു. മാതൃകാപരമല്ലേ? ഇന്നിപ്പോൾ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കളും നിരന്ന് നിന്ന് ഇദ്ദേഹത്തെ പുറത്താക്കേണ്ട സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. VM സുധീരൻ പുറത്താക്കിയേ പറ്റൂ എന്ന് പറയുന്നു. കെ മുരളീധരൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ മുന്നിൽ വന്നിരിക്കുന്ന സാഹചര്യത്തെ, കയ്യിൽ കിട്ടിയിരിക്കുന്ന പരാതിയെ കോൺഗ്രസിന്റെ നേതൃത്വം അതീവ ഗൗരവതരമായി എടുക്കുന്നു എന്നത് ശ്ലാഘിക്കേണ്ട സംഗതിയാണോ? പക്ഷേ ഇതിനകത്ത് അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്ന് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ പലരും, ഇന്നല്ലാട്ടോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ചില നേതാക്കൾ ഈ ആവശ്യം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണെങ്കിലും KPCC പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മുരളീധരനാണെങ്കിലും ഇന്നിപ്പോൾ ശ്രീ VM സുധീരൻ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നമ്മൾ കണ്ടു. കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കളുടെ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു. അടിയന്തരമായി ഇദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. ഈ പറഞ്ഞതുപോലെ അദ്ദേഹം MLA സ്ഥാനത്ത് തുടരാൻ വേണ്ടി പാടില്ല. കോൺഗ്രസ് അദ്ദേഹത്തോട് MLA സ്ഥാനത്ത് നിന്ന് രാജി ആവശ്യപ്പെടണം എന്നടക്കമുള്ള അഭിപ്രായ പ്രകടനങ്ങൾ കോൺഗ്രസിനകത്തെ ഒരു ശതമാനം ആളുകൾ, കോൺഗ്രസിനകത്തെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും ഈ ഘട്ടത്തിലും ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് നേരത്തെ സജീവൻ സാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഇവർ ആരെയാണ് ഭയക്കുന്നത്? ഈ ക്രിമിനലിനെതിരെ, ഈ പെർവേർട്ടിനെതിരെ നടപടി സ്വീകരിക്കുന്നതിൽ നിന്ന്, ഇദ്ദേഹത്തെ എടുത്ത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്തു കളയുന്നത്, പാലക്കാട്ടെ ജനങ്ങളുടെ ശിരസിൽ നിന്നും ഈ വിടിപ്പിനെ എടുത്ത് ദൂരെ കളയുന്നതിൽ നിന്ന് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ആരാണ് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വലിയ ചോദ്യം, പ്രസക്തിയാർന്ന ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുൻപിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇന്നലെ KPCCക്ക് മുൻപിലേക്ക് ഒരു പരാതി കിട്ടി. ആ പരാതി DGPക്ക് കൈമാറി. ഇത്രമേൽ മഹത്തരമായ ഇടപെടൽ നടത്തിയ രാഷ്ട്രീയ പ്രസ്ഥാനം വേറെ ഏതുണ്ട് എന്ന നിലയിലാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമാകി ഇന്നലെ വൈകിട്ട് മുതൽ ഇന്ന് നമ്മൾ ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ട് മുൻപ് വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെ തുടർച്ചയിൽ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യാനിരിക്കുന്ന കോൺഗ്രസിൻ്റെ സഹയാത്രികനായിട്ടുള്ള ശ്രീകുമാർ സാർ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ ആവേശത്തോടെ ആ അഭിപ്രായ പ്രകടനമായിരിക്കും നടത്തുക എന്നുള്ളതിലും തർക്കമില്ല. എന്നാൽ അതിനപ്പുറത്തേക്കുള്ള ചില ഗൗരവപ്പെട്ട വസ്തുതകളുണ്ട്. ഒന്ന്, ഇപ്പോൾ നേരത്തെ സജീവൻ സാർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ കുറച്ചു മുൻപ് കോൺഗ്രസിൻ്റെ സാംസ്കാരിക സംഘടനയുടെ സംസ്ഥാന നേതൃത്വത്തിലിരിക്കുന്ന ശ്രീമതി ഷഹനാസ് അവർ നടത്തിയിട്ടുള്ള പ്രതികരണമുണ്ട്. അവർ ഫേസ്ബുക്കിലും തുടർന്ന് മാധ്യമങ്ങളോടും നടത്തിയിട്ടുള്ള പ്രതികരണം. ആ പ്രതികരണത്തിൽ അവർ സൂചിപ്പിക്കുകയാണ്, ഈ ഘട്ടത്തിലൊന്നല്ല കേട്ടോ, ഇദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ ഇറങ്ങി പുറപ്പെട്ട ഘട്ടത്തിൽ തന്നെ ഇവർ സൂചിപ്പിച്ചിരുന്നു, ചെയ്യരുത്, യുവതികൾ ഉൾപ്പെടെ സ്ത്രീകൾ ഉൾപ്പെടെ കടന്നു വരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ച വ്യക്തമായ ബോധ്യത്തിൻ്റെ പുറത്ത് ഷാഫി പറമ്പിലിനോട് ഇത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ചെവിക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. ഇന്ന് അവർ തൊട്ടു മുൻപ് മറ്റൊരു ചാനൽ സംവാദത്തിനകത്ത് പറയുന്നത് ഞാൻ കേട്ടു, എത്രയോ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ഉൾപ്പെടെ പ്രവർത്തകരായിട്ടുള്ള പെൺകുട്ടികൾക്ക് സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനാകെ അറിയുന്ന കാര്യമാണ്. നേരത്തെ അവർ സൂചിപ്പിച്ചതുപോലെ ഷാഫിയുടെ മുൻപിലേക്ക് അവർ തന്നെ ഈ വിഷയങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത്. ഒരു നിലയ്ക്കുള്ള നടപടിയും ആ ഘട്ടം മുതൽ ഈ ഘട്ടം വരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, ഇയാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസിൻ്റെ MP ആയിട്ടുള്ള കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണം നമ്മുടെ മുൻപിലുണ്ട്. എൻ്റെ കയ്യിൽ ഇവൻ്റെ മുഴുവൻ തോന്നിവാസമുണ്ട്, എൻ്റെ നേരെ സൈബർ അറ്റാക്കുമായിട്ട് വന്നാൽ പത്രസമ്മേളനം നടത്തി ഇത് മുഴുവൻ എടുത്ത് ഞാൻ പുറത്തേക്ക് ഇടുമെന്ന്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു MPക്ക് അറിയാം ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഏർപ്പാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് ബോധ്യമുണ്ടായിട്ട് കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട്. ബഹുമാന്യനായിട്ടുള്ള രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചു, നിരവധിയായിട്ടുള്ള പരാതികൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ മുൻപിൽ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത്. എന്തെങ്കിലും നിലയ്ക്കുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവർ തയ്യാറായിട്ടുണ്ടോ? 3 മാസം മുൻപ് ദ വീക്ക് മാഗസിൻ അവരുടെ വീക്ക് മാഗസിനകത്ത് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിനകത്ത് ഉള്ള പരാമർശം, കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള മുൻ MP ആയിട്ടുള്ള ഒരാളുടെ കുടുംബാംഗത്തിന് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്രമേൽ ഹീനമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അവർ AICC നേതൃത്വത്തെ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി സമീപിച്ചിരുന്നു എന്നുള്ളത്. എന്തെങ്കിലും നടപടി കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? ഏത് ഘട്ടത്തിലാണ് ഇവർ നടപടി സ്വീകരിക്കാൻ? കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ മുൻപിലേക്ക് നാളുകൾക്ക് മുൻപ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയായിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ പാലക്കാട് ബൈ ഇലക്ഷനിൽ മത്സരിക്കാൻ സീറ്റ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ VD സതീശന്റെ മുൻപിലേക്ക് പരാതി ഇദ്ദേഹത്തിന്റെ സമീപനവുമായി ബന്ധപ്പെട്ട് എത്തിച്ചിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് പറഞ്ഞതിന്റെ അനുഭവം നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുണ്ട്. എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ, തിരുത്തൽ വരുത്താൻ ഇവർ തയ്യാറായിട്ടുണ്ടായിരുന്നു? ഇല്ല. കേരളത്തിലെ പൊതുസമൂഹം ഒരു പരാതിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകളുടെ രൂപത്തിൽ
അറിയുന്നതിന് മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം കോൺഗ്രസിന്റെ നേതാക്കളിൽ പലർക്കും അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സമീപനം എടുത്തില്ല, വഷളാവുന്നത് വരെ കാത്തുനിന്നു. എന്നിട്ട് ഇപ്പോൾ കിടന്നിട്ട് ഉരുളുകയാണ് എന്നാണ് ശ്രീകുമാർ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഇത് സാധാരണ ഒരു പരാതിയല്ല, ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ടുള്ള ബാന്ധവം അതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളല്ല. അതിനപ്പുറം ഒരു ഇരപിടിയൻ സ്വഭാവത്തിൽ പ്രവർത്തിച്ച ഒരു മനുഷ്യൻ, അയാൾക്കെതിരെ ഉയർന്നു വരുന്ന നിരവധിയായ പരാതികൾ, പല രൂപത്തിലുള്ള പരാതികൾ, ഹീനമായ അക്രമത്തിൻ്റെ അടക്കം എന്നതിൻ്റെ പ്രത്യേകത ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട മനുഷ്യർ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ള ആളുകളല്ല. രാഷ്ട്രീയ എതിരാളികൾ എന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാനൊക്കെ പറ്റുമായിരുന്നു. അല്ല, അകത്തു നിന്നുള്ള ആളുകളാണ് നല്ല വിഭാഗം ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ആളുകൾ. അതുകൊണ്ടാണല്ലോ ഉമാ തോമസും കെ സി വേണുഗോപാലിൻ്റെ ഭാര്യയും അല്ലെങ്കിൽ തുടങ്ങിയ ആൾക്കാരൊക്കെ അകത്തു നിന്ന് ആദ്യം തന്നെ നിലപാട് സ്വീകരിച്ചത്. അവർക്കറിയാം, താര ടോജോ അലക്സിനൊക്കെ നമുക്കറിയാം. അവരൊക്കെ തുടക്കത്തിലെ നിലപാട് സ്വീകരിക്കാൻ കാര്യം എന്താണ് ഈ കക്ഷി എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ്. അപ്പോൾ അകത്തുള്ള ആളുകൾക്കറിയാം. ഇപ്പം ഒരു മാധ്യമപ്രവർത്തന നിലയ്ക്ക് ഞാൻ പോലും ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട സംഗതികൾ ഇതിന് മുൻപേ, പരാതിക്ക് മുമ്പേ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തവരല്ല കോൺഗ്രസിൻ്റെ നേതൃത്വം. അന്നേ ഇമാതിരി വഷളന്മാരെ കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട കസേരയിലിരുത്തിയാൽ ഇതുപോലെ നിന്ന് നരകിക്കേണ്ടി വരും എന്നത് ആലോചിക്കാതെ ഗോഡ് ഫാദർമാരുടെ തിട്ടൂരത്തിന് നിന്നുകൊടുത്തതിൻ്റെ ശിക്ഷയാണോ പീഡയാണോ ഇപ്പോൾ കോൺഗ്രസ് അനുഭവിക്കുന്നത്? ശ്രീകുമാർ. നോക്കൂ നിഷാദെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കാലാകാലങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് ഭാവിയിൽ ഏത് രീതിയിൽ ബാധിക്കുമെന്ന് മുൻകൂട്ടി കണ്ടിട്ടല്ലല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടികളിലാണെങ്കിലും നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ വളർന്നു വരുന്ന സാഹചര്യം, അവർ ജയിക്കാനുള്ള സാഹചര്യം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ രാഷ്ട്രീയത്തിലുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇന്നയാൾ ഭാവിയിൽ ഇന്ന രീതിയിലേക്ക് മാറുമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാ പൂർവ്വകാല ചരിത്രങ്ങളും ചകഞ്ഞുകൊണ്ട് ആരും ആരെയും വളർത്താറുമില്ല. പക്ഷേ ചില ഘട്ടങ്ങളിൽ ഇങ്ങനത്തെ ചില പ്രതിസന്ധികളിൽ രാഷ്ട്രീയ പാർട്ടികൾ എത്താറുണ്ട്. അങ്ങനെ എത്തിയ ഒരു ഘട്ടമാണ് കോൺഗ്രസിൽ നിന്നുള്ളത്. അങ്ങനെ എത്തിയ ഒരു ഘട്ടമാണ് CPM മുമ്പുണ്ടായിരുന്നതും CPM ഇപ്പോഴുള്ളതും. ഈ രണ്ട് ഘട്ടം ഞാൻ ഒന്ന് താരതമ്യം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള പ്രശ്നത്തിലാണ് ഇപ്പോൾ ഈ വിഷയം ഉണ്ടായിരുന്നത്. അല്ലല്ല, താങ്കൾ തന്നെ പൂർത്തിയായിക്കോളൂ. പക്ഷേ എനിക്കൊരു കാര്യം എനിക്ക് വ്യക്തമാക്കി പോകണം. ആരെങ്കിലും ഏതെങ്കിലും കുഴപ്പമുണ്ടാക്കുമെന്ന് വിചാരിച്ച് നേരത്തെ നില സ്വീകരിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഷഹനാസിൻ്റെ കാര്യം ആർഷ ഓർമ്മിപ്പിക്കുന്നത്. ഷഹനാസ് ഷാഫിയോട് പോയി പറഞ്ഞു, ഇമാതിരി ആൾക്കാരെ ഇരുത്തിയാൽ നമ്മുടെ പെൺകുട്ടികൾക്ക് പ്രവർത്തിക്കേണ്ട സംഘടനയാണ് കുഴപ്പമാകും. പുച്ഛവും പരിഹാസവുമായിരുന്നു ഷാഫിയുടെ മറുപടി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഷഹനാസ് പറയുന്ന കാര്യം. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പരാതികൾ സ്ക്രീൻഷോട്ട്സായി പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് മുൻപിലുണ്ട് എന്ന കാര്യം പരാതിക്കാരായ പല ആളുകളും പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഇൻസൈഡേഴ്സ് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുൻപേ അറിയാത്ത ഒരു സംഗതിയല്ല. ഒന്ന്, അദ്ദേഹത്തിൻ്റെ അടുപ്പക്കാർക്കൊക്കെയും അറിയാം. രണ്ട്, താങ്കൾ പറഞ്ഞത് ഇത് ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട സംഭവത്തിൻ്റെ ഉദാഹരണം എന്നാണ്. അങ്ങനല്ല, നിരവധി പരാതിയുള്ള ആളുകളെ വലവീശി പിടിച്ച് പീഡിപ്പിച്ച് ഒഴിവാക്കുന്ന ആൾ എന്ന സവിശേഷത ഈ കേസിനുണ്ട് എന്നുകൂടി ഞാൻ ആഡ് ചെയ്യാണ്. അല്ല, ഞാൻ പറഞ്ഞ നമ്മുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടേതായ നിഗമനങ്ങളാണ്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇപ്പോഴുള്ള ഈ കേസിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയമാണ് ഞാൻ ഇപ്പോഴും ചർച്ച ചെയ്യാറുള്ളത്. ആ രാഷ്ട്രീയം നിസ്സാരമല്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ കേരളത്തിലെ രണ്ട് പ്രബലമായ കക്ഷികൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. ആ വേദന നമ്മൾ ചർച്ച ചെയ്തേ പോകാൻ പാടുള്ളൂ. അതിൽ കോൺഗ്രസ് അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ് നമ്മളിപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ വിഷയത്തിലുള്ളത്. അവിടെ ശ്രീ ഷഹനാസിൻ്റെ പേര് ഇവിടെ നമ്മുടെ സുഹൃത്ത് ആർഷോ പറഞ്ഞു. ഷഹനാസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിനൊപ്പം തന്നെ അവരിന്ന് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. കോൺഗ്രസിലെ സ്ത്രീകൾ ഈ കാര്യങ്ങളൊക്കെ ചാനൽ ചർച്ചകളിൽ പോലും വന്നിരുന്ന് പറയാൻ ധൈര്യപ്പെടുന്നു. നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലത്തെ CPM ആളുകൾ സ്ത്രീകൾ ഇങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നില്ല എന്നുകൂടി ഷഹനാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ രണ്ട് പ്രതിസന്ധികൾ കോൺഗ്രസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും MLA സ്ഥാനത്ത് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് മാറ്റുകയും പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ഇനി ഡിസ്മിസ് ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമെന്ന് ഇന്ന് KPCC പ്രസിഡന്റും പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ ചാനൽ സുഹൃത്തുക്കളെ കോൺഗ്രസ് നേതാക്കളെയും വനിതാ നേതാക്കളെയും സമീപിച്ച് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചു. അവരാരും പത്രസമ്മേളനം വിളിച്ച് അഭിപ്രായം പറഞ്ഞതല്ല, അങ്ങോട്ട് പോയി ചോദിച്ചതാണ്. അതാണ് ഇന്നത്തെ മാധ്യമ ശൈലി. അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇതിൽ തീരുമാനം ഐക്യകണ്ഠേനയായിരിക്കും. കാരണം മുമ്പ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള തീരുമാനവും ഐക്യകണ്ഠേനായിരുന്നു. അതിനെതിരെ ഒരു നേതാവ് പോലും രംഗത്ത് വന്നില്ല. ഇന്നാണെങ്കിൽ ഒരുപാട് നേതാക്കൾ ഇദ്ദേഹത്തെ പുറത്താക്കണമെന്നും ഇദ്ദേഹത്തിൻ്റെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അത് അവരവരുടെ
അവരുടേതായ രാഷ്ട്രീയ അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിൻ്റെ ഏകോപിത രൂപം കുറച്ച് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്ന് കരുതാം. ഇന്ന് രാവിലെ തൊട്ട് മാധ്യമങ്ങൾ പറഞ്ഞത് ഇന്ന് ഉടൻ നടപടി. അത് ആര് പറഞ്ഞാന്നറിയില്ല. എന്തായാലും AICCയുടെ നിർദ്ദേശം ലംഘിച്ചു KPCC എന്നൊക്കെയായിരുന്നു രാവിലെ ചാനലുകളിൽ കണ്ടത്. പക്ഷേ AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉച്ചതിരിഞ്ഞ് പറഞ്ഞു ഇത് KPCCക്ക് തീരുമാനിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന്. ഇനി ഇതിലത്തെ പ്രതിസന്ധി, മറ്റുള്ള കക്ഷി അനുഭവിച്ച പ്രതിസന്ധി CPM, അവരുടെ പൂർവ്വകാലത്ത് അവർ ആ ഒരു പീഡനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിയിലേക്ക് ഞാൻ വരുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇന്നലെ KPCCക്ക് ഒരു പരാതി കിട്ടി, രണ്ടാമതൊരു പരാതി കിട്ടി. ആ പരാതി KPCC അപ്പോൾ തന്നെ DGPക്ക് അയച്ചു കൊടുത്തു. DGP അത് അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കേസെടുത്ു. അതാണ് ഇപ്പോൾ നിഷാദ് ഇപ്പോൾ കേൾപ്പിച്ചത്. ഇതുപോലെ ഒരു 5-8 വർഷം മുമ്പ് ആർഷോയുടെ നാടായ പാലക്കാട്ട് നിന്നും ഒരു DYFI സുഹൃത്ത് CPMൻ്റെ കേന്ദ്ര സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും ഒരു പരാതി അയച്ചു. യെച്ചൂരി ആ പരാതി സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അയച്ചു കൊടുത്തു. അന്ന് കോടിയേരി ബാലകൃഷ്ണയുടെ വാർത്താലേഖകർ ചോദിച്ചു ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന്. അദ്ദേഹം പറഞ്ഞു പരാതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പോലീസിന് കൊടുക്കുമെന്ന് ചോദിച്ചു. പോലീസിന് കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് പാർട്ടിക്ക് തരുന്നത്? പാർട്ടിക്ക് അതിൻ്റെതായ ചില രീതികളുണ്ട് എന്ന് പറഞ്ഞ് കോടിയേരി പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമില്ല. ശരി. അതിനുശേഷം AK ബാലനാണ്. അതിനുശേഷം AK ബാലനെയും PK ശ്രീമതിയെയും ഒരു കമ്മിറ്റിയായിട്ട് ഇവർ വെച്ചു. എന്നിട്ട് അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിനെ തുടർന്നുണ്ടായ പ്രശസ്തമായൊരു വാചകമാണ് ഈ തീവ്രത അളക്കുന്ന നിലപാടിനെ കുറിച്ച് വന്നത്. ആ നിലപാട് പാർട്ടിയിൽ ഇന്നും ചർച്ചയാകുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ CPMൻ്റെ വനിതാ നേതാവ് ഒരു മുൻ MLAയുടെ കാര്യത്തെക്കുറിച്ചും ഇപ്പോൾ രാഹുലിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിതീവ്ര പീഡനവും തീവ്ര പീഡനവും എന്ന് പറഞ്ഞത്. അത് ഞാനിവിടെ വിശദീകരിക്കുന്നില്ല, കാരണം ഇങ്ങനത്തെ ഭാഷയൊന്നും ഞാൻ അധികം ഉപയോഗിക്കാറില്ല. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷേ അക്കാലത്ത് AK ബാലനോട് അന്ന് ചോദിച്ചു വാർത്താലേഖകർ ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടോ? അദ്ദേഹം ക്ഷുഭിതനായിട്ട് വാർത്താലേഖകരോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ടോ പരാതി? എങ്കിലും എനിക്ക് കാണിച്ചു കേട്ടെ. ഇങ്ങനെ ഒരു ചരിത്രം CPMനുണ്ടായിരുന്നു. അവരാണ് ഇന്ന് ഈ കാര്യം പറയുന്നതെന്ന് എനിക്കിവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പിന്നെ മറ്റു കാര്യം എന്താണ്? ഇവർ ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധി. ഇന്ന് 4 പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. ഒന്നെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ശബരിമല സ്വർണം കവർ ചെയ്ത കേസിലെ CPM നേതാക്കൾ ജയിലിലായി കിടക്കുന്ന സംഭവമാണല്ലോ. അതിൽ മുൻ MLA ജയിലിലുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജയിലിലുണ്ട്. അപ്പോൾ ഇന്നൊരാളുടെ ജാമ്യം കോടതി നിഷേധിച്ചു. മറ്റുള്ളത് 30 ദിവസം കൂടി അന്വേഷിക്കാൻ പറഞ്ഞു. 30 ദിവസം അന്വേഷിക്കേണ്ട കാര്യം ഈ CPM ഭരണകാലത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഒരു തെളിവ്. രണ്ടാമത്തെ വിഷയം എന്താണ്? അതിതീവ്ര കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ വിഷയം പാർലമെൻറ്റിൽ ഇന്ന് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഒരു കാര്യം പറഞ്ഞു. കേരളത്തിലെ PM ശ്രീ പദ്ധതി ഒപ്പിടാനായിട്ട് ഒരു ബ്രിഡ്ജായിട്ടൊരു പാലമായിട്ട് നിന്നത് ശ്രീ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞു. ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത് അറിയാമല്ലോ, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്തൊരാളാണ്. ആ കാര്യം എന്തുകൊണ്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ പറഞ്ഞത് എന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ പാർട്ടിയുടെ നയങ്ങൾക്കെതിരെയാണ് കേന്ദ്ര വിദ്യാഭ്യാസ നയം എന്നുള്ളതുകൊണ്ട് ഞെട്ടിപ്പിക്കുന്ന വിവരമല്ലേ. അപ്പോൾ ആ പാർട്ടി അപ്പോഴും പ്രതിസന്ധിയല്ല. ഇത് കൂടുതൽ ചർച്ചയാവാത്തത് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തോട് കൂടുതൽ പാർട്ടി താല്പര്യം കാണിക്കുന്നവരായിരിക്കും. ഇങ്ങനെ 3-4 വിഷയങ്ങൾ ഇന്ന് ചർച്ച ചെയ്തിട്ടുള്ള വിമർശനം ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിന് അങ്ങോട്ട് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ വരാം. ആർഷോ അത് കേൾക്കൂ. CPIM ഇപ്പം ഇതിനകത്ത് കോൺഗ്രസിന്റെ ധാർമ്മികതയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ CPM അക്കാലത്ത് എന്ത് ചെയ്തെന്നുള്ള ചോദ്യത്തിന് എന്താണ് ആ നിലയ്ക്കുള്ള പ്രസക്തിയേ ഉള്ളൂ. എന്തായാലും ഞാൻ ചോദിക്കുകയാണ്, CPMൻ്റെ കയ്യിൽ പരാതി കിട്ടിയപ്പോൾ CPM പോലീസിൻ്റെ കൊടുത്തിട്ടില്ല. ആ CPM ഞങ്ങളെ ഈ നൈതികതയും ധാർമ്മികതയും പഠിപ്പിക്കേണ്ട എന്ന ഒരു പോയിന്റ് വാലിഡായിട്ട് അവിടെ നിൽക്കുമല്ലോ. കാരണം നിങ്ങൾ തന്നെ അന്വേഷിച്ചിട്ടുള്ളൂ, നിങ്ങൾ പോലീസിന് കൊടുത്തിട്ടില്ല എന്ന കാര്യം ഓർക്കണം. നിങ്ങളുടെ കേസുകളിലെല്ലാം നിങ്ങൾ നടപടി എടുത്തിട്ടില്ല എന്ന കാര്യം ഓർക്കണം. സസ്പെൻഷൻ പോലും എടുത്തിട്ടില്ല. സംരക്ഷിച്ച് പിടിച്ച ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ CPM ഒരു പാർട്ടി ധാർമ്മികത പഠിപ്പിക്കേണ്ട എന്നാണ് കോൺഗ്രസിന്റെ ഒരു പോയിന്റ്. നിഷാദ്, ഇടയ്ക്ക് കോള് കട്ടായതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞ മുഴുവനും കാര്യങ്ങളും എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഈ പറഞ്ഞ വിഷയങ്ങൾക്കൊക്കെ ഇതിനു മുൻപും നമ്മൾ ഒരുപാട് സംവാദങ്ങളും ചർച്ചകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് അല്ലെങ്കിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് വേണ്ടി ഈ വിഷയം ചർച്ചയാക്കണം എന്നുള്ളൊരു താല്പര്യം ഇടതുപക്ഷത്തെ സംബന്ധിച്ചില്ല. അതിനുമപ്പുറത്ത് ഈ പാലക്കാട് MLAയുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വിശദാംശങ്ങളുടെ പ്രത്യേകത എന്താ? അത് കേരളത്തിൽ മുൻകാലത്തുണ്ടായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടും സമീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. മുൻ മാതൃകകളില്ലാത്ത വിധം, മുൻ അനുഭവങ്ങളില്ലാത്ത വിധം
അത്രമേൽ ഹീനമായി ഒരു സെക്ഷൽ പ്രൊഡേറ്റർ, ഒരു സൈക്കോപാത്ത് എന്ന നിലയിൽ ഇദ്ദേഹം കയറി ഇടപെട്ടുകൊണ്ടിരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. ഇത് ഗൗരവ സ്വഭാവത്തിലാകുന്നത് എവിടെ? ഇതിങ്ങനെ ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിനും അപ്പുറത്ത് ഇവിടെ സംരക്ഷണം ഒരുക്കിക്കൊണ്ടിരിക്കും. ഇദ്ദേഹത്തെ സംബന്ധിച്ച് എല്ലാ വിശദാംശങ്ങളും വിവരങ്ങളും കൈകളിലുണ്ടായിരുന്നിട്ട്, എല്ലാ വിവരങ്ങളും കൈകളിലുണ്ടായിരുന്ന ആളുകൾ ഈ ഘട്ടത്തിലും സംരക്ഷണ കവചമൊരുക്കി ഇദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഇദ്ദേഹത്തിനെതിരെ സൂചിപ്പിച്ച സംഘടനാ നടപടിയെടുത്തതിന് ശേഷവും നമ്മുടെ മുൻപിൽ ഉണ്ടായിട്ടുള്ള അനുഭവം എന്താ? ശേഷം ഇദ്ദേഹത്തിന് വേദി ഒരുക്കുന്നതിന് വേണ്ടി, ഇദ്ദേഹത്തെ സംരക്ഷിച്ച് കൂട്ടുപിടിക്കുന്നതിന് വേണ്ടി ഈ ഒരു സന്ദർഭത്തിലും UDF കൺവീനറായിട്ടുള്ള വ്യക്തി ആവർത്തിച്ച് പറഞ്ഞ് ഇത് AI നിർമ്മിതമാണെന്നാണല്ലോ. ഇത് നിർമ്മിത ബുദ്ധിയുടെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ശബ്ദശകലങ്ങളാണ്, അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളാണ് എന്ന നിലയിലേക്ക് ഇവരുടെ കയ്യിൽ ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഉണ്ടായിട്ടും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇവർ ആവർത്തിച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ ഗൗരവം വർദ്ധിക്കുന്നത്. നിങ്ങൾ ആ പ്രശ്നം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ സംരക്ഷിച്ച ആൾക്കാരുടെ കഥ പറഞ്ഞ് അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും എന്ന പോയിന്റ് ഉണ്ടല്ലോ എന്ന് പറയാണ്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പരാതി നിങ്ങൾ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ സമാനമായ ഏതു പരാതിയാണ് ഈ പറഞ്ഞ പോലെ ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തി? ആരെയാണ് ഞങ്ങൾ സംരക്ഷിച്ചു നിർത്തിയത്? ആരെയാണ് ഈ പറഞ്ഞ പോലെ സമാനമായിട്ടുള്ള ഒരു അനുഭവം ഏതാണ്ടായിട്ടുള്ളത്? മുകേഷിന്റെ കാര്യത്തിൽ സ്ഥിതിയോ സാഹചര്യമോ ഉണ്ടായിട്ട് എങ്ങനെ? മുകേഷിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ PK ശശിയുടെ കാര്യത്തിലോ ഒന്നും ഒരു പൊസിഷൻ എടുത്തില്ല പാർട്ടി എന്ന നിലയ്ക്കെന്നാണ് ഒരു വിമർശനം. അല്ല, മുകേഷുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പരാതി ഇതിനോട് ഞാൻ അതിനകത്ത് ഇതിൻ്റെ വലിപ്പ ചെറുപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികളും മറ്റും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതിനകത്ത് സംരക്ഷിക്കാൻ പാകത്തിലേക്കുള്ളൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇനി PK ശശിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള പരാതി എന്താ എനിക്കറിയില്ല. സമാനമായിട്ടുള്ള പരാതിയാണോ PK ശശിക്ക് ഇതിനെ ഉണ്ടായിട്ടുള്ളത്? ശ്രീകുമാർ പറ, അദ്ദേഹത്തിനാണല്ലോ വ്യക്തത ഉള്ളത്. എനിക്കറിയില്ല എന്താ പരാതി PK ശശിയുമായി ബന്ധപ്പെട്ടിട്ട്. PK ശശിയുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നു വരികയും അത് പാർട്ടി കമ്മിറ്റി അന്വേഷിക്കുകയും ബോധ്യമുള്ളത് എനിക്ക് ബോധ്യമില്ല. അത് കേരളത്തിന് അറിയാവുന്ന കാര്യമല്ലേ ഹർഷോ? അല്ല എനിക്ക് പരിമിതമായ അറിവ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടനാപരമായിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് PK ശശിക്കെതിരെ സംഘടന മുൻപിൽ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ളവർ എനിക്കില്ല. ശരി, അതാണ് താങ്കളുടെ മറുപടി. ശ്രീകുമാർ, ഇപ്പൊ CPIM-ന്റെ ചരിത്രത്തിലെ ഇത്തരം ഏർപ്പാടുകളെല്ലാം എല്ലാവരും നിശിതമായി വിമർശിച്ചിട്ടുണ്ടല്ലോ. മാധ്യമങ്ങൾ ദിവസങ്ങളോളം ചർച്ച ചെയ്യുകയും വിമർശിക്കുകയും ചെയ്തു. നിങ്ങളും ആ സാധ്യതയെ പരമാവധി പ്രയോജനപ്പെടുത്തി വിമർശിച്ചവരാണ്. ഇപ്പം നിങ്ങളുടെ ടേണാണ്. അന്ന് വിമർശിച്ച നിങ്ങൾ ഇന്ന് ശരിയായ നടപടി എടുക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോഴും ഈ വാട്ടർ ബോട്ടിൽ എടുക്കരുത്. അന്ന് CPM ചെയ്തില്ലേ? അന്ന് CPM ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് CPM-നെ വിമർശിച്ചിട്ടുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആഴ്ചകളോളം ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ സ്വർണ്ണക്കള്ള ആഴ്ചകളോളം ചർച്ച ചെയ്തതാണ്. അപ്പോൾ അവരെ ആക്രമിക്കാൻ കിട്ടുന്ന ഘട്ടങ്ങളെല്ലാം ആ നിലയ്ക്ക് എല്ലാവരും പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നിരിക്കെ ഇപ്പോൾ നിങ്ങളുടെ ഒരു സന്ദർഭം വരുമ്പോൾ പിന്നെയും കാര്യങ്ങളെ പഴയതിലേക്ക് കൊണ്ടുപോകരുത്. നോക്കൂ, ഞാൻ ചോദിക്കുന്നത് PK ശശിയുടെ കാര്യത്തിൽ, മുകേഷിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു കോൺഗ്രസിൻ്റെ പൊസിഷൻ? ആ പൊസിഷൻ ഇവിടെ നിങ്ങൾ എടുക്കുന്നുണ്ടോ? പുറത്താക്കാത്തത് എന്തേ? ഇരപിടിയൻ സ്വഭാവമുള്ള, ഒരു നിലയ്ക്കും ഇനി രക്ഷിച്ചു എടുക്കാൻ കഴിയാത്ത ഒരാളെ ഇപ്പോഴും ഒരു വശത്ത് നിർത്തിയിരിക്കുന്നത് എന്തെന്ന ക്വസ്റ്റിന് മാത്രം കോൺഗ്രസിന് ആൻസറില്ല. നോക്കൂ നിഷാദ, ഞാൻ നേരത്തെ പറഞ്ഞത് പൂർണ്ണമായിട്ടും താങ്കൾ കേട്ടിരുന്നോ? എനിക്ക് കട്ടായി പോയി ഇടയ്ക്ക്. ഞാൻ അവസാനം വരെ കേട്ടു. അതായത് ഇന്നത്തെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ ചർച്ചയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പോയിന്റ് വരെ താങ്കൾ വന്നു. അപ്പോഴാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് മറുപടിയിലേക്ക് പോയത്. അതെ, അപ്പോൾ അത് ഞാൻ പറഞ്ഞ വെച്ചാൽ അതിന്ന് കേരളത്തിലുണ്ടായ 4 കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ പാർട്ടികൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് നിഷാദ് എന്നോട് ചോദിച്ചു. അതായത് കോൺഗ്രസ് ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയിലാണോ എന്ന തരത്തിലാണ് അങ്ങയുടെ ചോദ്യം വന്നത്. ആ ചോദ്യം ഞാൻ പറഞ്ഞാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില ഘട്ടങ്ങളിൽ ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികളെ CPM തരണം ചെയ്തിട്ടുണ്ട്, കോൺഗ്രസ് തരണം ചെയ്തിട്ടുണ്ട്, അധികാരത്തിലെത്തിയിട്ടുണ്ട്, പ്രതിപക്ഷത്തിരുന്നിട്ടുണ്ട്. അതാണ് രാഷ്ട്രീയം. അങ്ങനെ വരുമ്പോൾ പരസ്പരം ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ പൂർവ്വകാല ചെയ്തികൾ ചർച്ചയാക്കും. ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഒരു നേതാവിൻ്റെ പേരെടുത്ത് പറയില്ല, അതെൻ്റെ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സംഭവിച്ചതാണ്. അതായത് പാലക്കാട്ടുള്ള വനിതാ നേതാവ് അവിടുത്തെ ഒരു നേതാവിനെതിരെ പരാതി കൊടുത്ത കാര്യം വളരെ നമ്മളെ ചാനലുകളൊക്കെ ചർച്ച ചെയ്താണ്. ചാനലുകളിൽ ഇപ്പോഴും കിടപ്പുണ്ടത്. അക്കാര്യത്തിൽ ഒരാളുടെ പേരൊന്നും ഞാൻ പറയില്ല, അതിപ്പോഴും കിടക്കുന്നുണ്ട്. അക്കാലത്ത് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ AK ബാലനും പറഞ്ഞ കാര്യങ്ങളാണ്. അത് മാത്രമല്ല, അതിനുശേഷം കോൺഗ്രസിനും താങ്കൾക്കും മാധ്യമങ്ങൾക്കും ഒക്കെ വിമർശനം ഉണ്ടായിരുന്നു.
അന്ന് ആ വിമർശനം ഉയർത്തുകയും ചെയ്തതാണ്. ഇന്നും നിങ്ങളുടെ ഒരു കാര്യം വരുമ്പോൾ പഴയ ആ വിമർശനത്തിൻ്റെ വാട്ടർ ബോട്ടിൽ എടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടാണ് പഴയത് ഓർമ്മിപ്പിക്കുന്നത്? നിങ്ങൾ സമാനമായ നില എടുക്കുകയാണ്. അപ്പോൾ അന്നത്തെ നിങ്ങളുടെ വിമർശനം പോലും അസാധുവായി പോകുന്നു അല്ലേ? അല്ല നിങ്ങളുടെ ക്വസ്റ്റ്യൻ വളരെ ഒന്നുകൂടി എനിക്ക് വിശദീകരിക്കാൻ നല്ല ചോദ്യമാണത്. ഞാൻ പറഞ്ഞു വെച്ചാൽ അന്ന് ഈ ആരോപണ വിധേയനായ CPM നേതാവെന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്, പത്രസമ്മേളനത്തിലല്ല, നമ്മുടെ ഇൻഫോർമൽ ചാറ്റ്, ഒരു അനൗപചാരിക സംഭാഷണത്തിൽ വാർത്താലേഖകരോട് പറഞ്ഞത് എന്നെ രാഷ്ട്രീയമായി നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും പാലക്കാട്ടത്തെ CPM രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഫേസ്ബുക്ക് യുദ്ധവും CPM ജില്ലാ സെക്രട്ടറിയുടെ മറുപടിയൊക്കെ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിലൊക്കെ കിടക്കുന്നില്ല, കാരണം അതിവിടെ വിഷയമല്ല. പക്ഷേ നിഷാദ് ചോദിച്ച ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ നല്ല പറയുന്നത്. കാരണം രാഷ്ട്രീയ നിലപാടുകൾ മാറുന്ന കാര്യമാണ് പറഞ്ഞത്. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഭവത്തിൽ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ ആ കാഴ്ചപ്പാട് എന്തുകൊണ്ട് പിന്നൊരവസരത്തിൽ മാറ്റുന്നു എന്ന് ജനങ്ങൾ അറിയണമല്ലോ. അത് ജനങ്ങളെ അറിയിക്കേണ്ട ബാധ്യത കോൺഗ്രസിനോടൊപ്പമുള്ളൊരു പത്രലേഖകൻ എന്ന നിലയ്ക്ക് എനിക്ക് ആവശ്യമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ എന്താണ് കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത്? ഒരു പരാതി, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഒരു പരാതി DGPക്ക് കിട്ടിയപ്പോൾ അത് കൈമാറിയ കാര്യം ഞാൻ പറഞ്ഞു. അന്ന് ഇവരത് കൈമാറിയില്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഈ വിഷയത്തിൽ ഒരു ആരോപണം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നപ്പോൾ അദ്ദേഹത്തോടെ വിശദീകരണം പോലും ചോദിക്കാതെ, കോൺഗ്രസ് ഭരണഘടന പോലും നോക്കാതെ സസ്പെൻഡ് ചെയ്തു. അന്ന് CPM എടുത്ത നിലപാട്, ഇങ്ങനെ സസ്പെൻഡ് ചെയ്തത് ശരിയല്ല, ഇത് തെറ്റാണ്. കാരണം ഇത് മാങ്കൂട്ടത്തിനെ ചോദ്യം ഇതാണ്. ഇപ്പൊ നമ്മുടെ ഈ പാനലിൽ 3 പേരുണ്ട്. PM ആർഷോ CPMനെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണ്. ആർഷോ ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? നമ്മൾ സംസാരിക്കുന്നത് നിങ്ങൾ ജനത്തോട് ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കുന്നതിനെ ചൊല്ലിയാണ്. എപ്പോഴും CPMലേക്ക് കൊണ്ടുപോകണ്ട. CPM അല്ല ഈ പരാതി കൊടുത്തിട്ടുള്ളത്. പരാതി കൊടുത്തിട്ടുള്ളതെല്ലാം പെൺകുട്ടികളാണ് എന്നത് കാണുക. അതിന്മേൽ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു? ഞാൻ പറയുന്നത് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ സമയമായി എന്ന് പറയുന്നു ആര്? K മുരളീധരൻ. ഇയാൾ വരുത്തി വെച്ച പിന്നെയാണ്, ഇനി സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന മുതിർന്ന നേതാവ്. പുറത്താക്കിയേ പറ്റൂ എന്ന് പറയുന്നു ആര്? VM സുധീരൻ. യൂത്ത് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ ഒക്കെ പറയാണ്. എല്ലാവർക്കും എല്ലാം അറിയാം, സമയമായി, ഇനി ഇയാളെ സംരക്ഷിക്കാൻ കഴിയില്ല. ബട്ട് തീരുമാനം മാത്രം വൈകുന്നത് എന്തേ എന്ന് നമ്മൾ ആളുകളോട് പറയണ്ടേ? CPMനോട് പറയണ്ട, CPMനോട് വേറെ വർത്താനം പറയാം. പക്ഷെ ജനത്തോട് എന്താ പറയാ? ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ, ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ജനങ്ങളുടെ വിശ്വാസം നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ ഇയാളിപ്പോൾ പുറത്തായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഡിസ്മിസ് എന്നുള്ള ഒരു പരിപാടിയുണ്ട്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ സസ്പെൻഷനിലാണ്. ഡിസ്മിസ് എന്നൊരു പരിപാടിയുണ്ട്. കോൺഗ്രസിൽ നിന്നും 6 വർഷത്തേക്ക് പുറത്താക്കുക, ഡിസ്മിസ് ചെയ്യുക. ആ ഡിസ്മിസ് ചെയ്യുന്ന ചടങ്ങിനെ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ഇന്ന് ചാനലുകൾ രാവിലെ മുതൽ വാർത്തകൾ കാണിച്ചുകൊണ്ടിരുന്നത്. അക്കാര്യത്തിൽ KPC പ്രസിഡന്റ് പറഞ്ഞ മറുപടിയും ഞാൻ പറഞ്ഞു, ആലോചിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് പറഞ്ഞു. ഇവിടെ നേതാക്കൾ പറഞ്ഞത് കോൺഗ്രസിലായതുകൊണ്ടാണ് നേതാക്കളെ അഭിപ്രായം പറഞ്ഞത്. പക്ഷേ സമാനമായ അനുഭവങ്ങൾ CPMലാണെങ്കിൽ ഒരേ അഭിപ്രായമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ആ പെൺകുട്ടികളോട് സംസാരിക്കൂ. പെൺകുട്ടികളോട് നമ്മൾ മറുപടി പറയുമ്പോൾ CPMലാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല മക്കളെ, ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തില്ലേ എന്ന് പറഞ്ഞാൽ മതിയോ? പോരല്ലോ. കോൺഗ്രസ് ഉയർത്തിപ്പിടിക്കുന്ന നയനിലപാടിനനുസൃതമായ തീരുമാനം എടുക്കാൻ കഴിയണം. എൻ്റെ പോയിന്റ് അതാണ്. രണ്ടാമത്തെ കാര്യം, ഇദ്ദേഹത്തെ നിങ്ങൾ സസ്പെൻഡ് ചെയ്തു. അത് മീനിങ് ഫുള്ളായിട്ട് സസ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? സസ്പെൻഡ് ചെയ്തു. അദ്ദേഹം കോൺഗ്രസിൻ്റെ മുഴുവൻ സംവിധാനം ഉപയോഗിച്ചാണ് ഒരു റീ എൻട്രിക്ക് ശ്രമിച്ചത്. അതിന് ഗോഡ് ഫാദർമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അത് മുഴുവൻ ഓർക്കസ്ട്രേറ്റ് ചെയ്തത് സംസ്ഥാനത്തെ ഒരു MP ആണ്, ഒരു യുവ നേതാവാണെന്ന് അറിയാത്തവരായ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ റീ എൻട്രി അത് പാളിപ്പോയതാണ് നമ്മളിപ്പോൾ കാണുന്നത്, പരാതി വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങളുടെ സസ്പെൻഷൻ ഒട്ടും അർത്ഥപൂർണ്ണമായിരുന്നില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും തന്നെ അദ്ദേഹത്തെ കൊണ്ടു നടക്കാനും തിരികെ കൊണ്ടുവരാനും ശ്രമിക്കുന്നത് കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ മുറിച്ചു കളഞ്ഞില്ല? MLA സ്ഥാനം ഒഴിവാക്കി ഞങ്ങളുടെ കൂടെയുള്ള പരിപാടി നിർത്തണമെന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്തില്ല 6 വർഷത്തേക്ക്. ഈ ക്വസ്റ്റ്യൻ അവിടെ കിടക്കുകയാണ്. ഈ പരാതി മുഴുവൻ ഈ നേതാക്കന്മാരുടെ മേശപ്പുറത്തിരിക്കുകയാണെന്ന് ഓർക്കണം, ഇനിയും പുറത്തു വരാത്തത്. നോക്കൂ നിഷാദെ, താങ്കൾക്കും അല്ലെങ്കിൽ ഈ കോൺഗ്രസിനെ വിമർശിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊന്നും ഈ നടപടിയൊന്നും പോരാ. അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ ഒരു അധപ്പതനാണ് അവരുദ്ദേശിക്കുന്നത്, കോൺഗ്രസിൻ്റെ തകർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ജനങ്ങളതല്ല ആഗ്രഹിക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസ് ഇവിടെ അധികാരത്തിൽ വരണം എന്നുള്ളതാണ്. കോൺഗ്രസ് തകരണം എന്നൊരു ആഗ്രഹം എനിക്കില്ല. കോൺഗ്രസ് തകരണം എന്നൊരു ആഗ്രഹം എനിക്കില്ല. കോൺഗ്രസ് തകരരുത് എന്ന ആഗ്രഹമുള്ള ആളുകളാണ്. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അങ്ങനെ കോൺഗ്രസ് തകർന്നു പോകണം എന്ന ആഗ്രഹം ആർഷ പോലും അങ്ങനെ ആഗ്രഹം പങ്കുവെക്കില്ല, കോൺഗ്രസ് തകരണമെന്ന്. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, അയാളെ ഭംഗിവാക്ക് ആയിക്കോട്ടെ, സസ്പെൻഡ് ചെയ്തതിന് ശേഷവും ഈ വന്ന പരാതികളുടെ എല്ലാം ചീള് നിങ്ങളുടെ മുഖത്ത് തെറിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? മീനിങ് ഫുള്ളായി സസ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്? അല്ലെങ്കിൽ എന്താണ്?
പുറത്തു നിർത്തിയ ഒരാൾ പുറത്തു നിർത്തിയ ആളായിരിക്കണമായിരുന്നു. ആയില്ലല്ലോ. അയാൾ എനിക്ക് പാർട്ടിയുടെ മുഴുവൻ മനസ്സിലായില്ല. സംവിധാനത്തെയും പാലക്കാട് പ്രയോഗിച്ചുകൊണ്ടിരുന്നു. പൂർണ്ണമായും പുറത്തു നിർത്തിയ ഒരാൾക്കെതിരെ നടക്കുന്ന എന്ത് നടപടിയും പാർട്ടിയെ ബാധിക്കില്ലല്ലോ. ഇതങ്ങനെയല്ല. രണ്ട് കാലിൽ ഒന്ന് പുറത്തു ഒന്ന് അകത്തുവാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അയാൾക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തിന്റെയും മുന്ന ഒന്ന് നിങ്ങളുടെ ദേഹത്തും കൊള്ളും. അല്ലെ പൂർണ്ണമായിട്ടും അയാളെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റണം. അതുകൊണ്ടല്ല ഈ പറ്റിയ പണി മുഴുവൻ കുഴപ്പമായത് മൊത്തം അതുകൊണ്ടല്ലേ. ഒരു കുഴപ്പവുമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടികൾ പ്രതിസന്ധി നേരിടും. അത് തരണം ചെയ്യുന്നതിലാണ് കാര്യം. കോൺഗ്രസ് പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളെ തരണം ചെയ്ത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടെ ചരിത്രം വിശദീകരിക്കുന്നില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ നിഷാദ് ചോദിച്ച പ്രസക്തമായ ചോദ്യമുണ്ട്, മീനിങ് ഫുൾ സസ്പെൻഷൻ ആണോ എന്ന്. ഈ മീനിങ് ഫുൾ സസ്പെൻഷൻ എന്ന് വെച്ചാൽ അത് ജനത്തിന് മനസ്സിലാവും, പക്ഷേ ചിലർക്ക് മനസ്സിലാവില്ല. എന്താണ് സസ്പെൻഷൻ എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു. സാധാരണ രീതിയിൽ സസ്പെൻഡ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ വിശദീകരണ നോട്ടീസ് കൊടുക്കും സസ്പെൻഡ് ചെയ്തിട്ട്. അതാണ് CPM ആഗ്രഹിക്കുന്നത്. CPM ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നീട്ടി കൊണ്ടുപോവുക. ഇപ്പോൾ ഈ അറസ്റ്റ് നോക്കൂ, അറസ്റ്റ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നില്ലേ? കേരള പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല, അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോവാണ്. എന്താ കാരണം? അതൊരു ചർച്ചയായിട്ട് നിൽക്കണം. അങ്ങനെ ചർച്ചയായിട്ട് നിർത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ സുപ്രധാനമായ ജനകീയ വിഷയങ്ങൾ മറയ്ക്കപ്പെടുന്നു. അത് മറയ്ക്കപ്പെടാൻ പാടില്ല. രണ്ടാമത്തെ വിഷയം. മൂന്നാമത്തെ വിഷയം, രാഷ്ട്രീയമായി CPI അടക്കം ചതിച്ച CPM നിലപാട് ഇന്ന് പുറത്തു വന്നിരിക്കുന്നു. അത് ചർച്ച ചെയ്യണം. ഞാൻ വീണ്ടും പറഞ്ഞ പോയിന്റ് അതാണ്. ഞാൻ ചോദിക്കും, ഞാൻ വീണ്ടും പറയാണ്, ഷാഫി പറമ്പിലിനോട് ചോദിച്ചു നോക്ക്, ഈ രണ്ട് പരാതികൾ വന്നിട്ടുള്ള, ഗുരുതര പരാതികൾ വന്നിട്ടുള്ള ഈ മാന്യൻ ആൾ എങ്ങനെയും ചോദിച്ചാൽ ഒരു കമന്റും ഷാഫി പറമ്പിൽ പറയില്ല. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പാതിയിൽ നിർത്തിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം പാതി പേറിയേ പറ്റൂ, അല്ലാതെ നിങ്ങൾക്ക് ഒഴിയാൻ പറ്റില്ല. നിങ്ങൾ UDF കൺവീനറോട് ചോദിച്ചു നോക്ക്, UDF കൺവീനർ പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട്. KC വേണുഗോപാൽ എന്തൊക്കെ കർശനമായ സമീപനം ഈ കാര്യത്തിൽ സ്വീകരിക്കാത്തതിന് സന്ദർഭം ഉണ്ടായിട്ടുണ്ട്, നമ്മൾ കാണുന്നല്ലേ. നിങ്ങളുടെ സൈബർ പട ഒന്നാകെ, നിങ്ങളുടെ മാത്രമല്ല നിങ്ങളുടെ മുന്നണിയുടെ സൈബർ പട ഒന്നാകെ ഈ മാന്യനെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി കേരളത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എന്നിട്ട് നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ എല്ലാ സമീപനവും സ്വീകരിച്ചു കഴിഞ്ഞു, ഞങ്ങളെ ഒഴിവാക്കി തരണമെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഒഴിവാകാൻ പറ്റില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് ഇന്നാണ് ഇപ്പോഴും നിങ്ങളുടെ സംവിധാനങ്ങൾ ഇതിനകത്ത് കിടക്കുകയാണ്. നിങ്ങളുടെ നേതാക്കൾ പല ആളുകളും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. നോക്കൂ നിഷാദെ, ഇന്നത്തെ കൂടുതൽ ചോദ്യങ്ങളും ഒരു കോൺഗ്രസിൻ്റെ സഹയാത്രി എന്ന നിലയ്ക്ക് എന്നോടാണെന്ന് എനിക്കറിയാം. ഞാനത് പറയുന്ന കാര്യം വെച്ചാൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശദീകരിക്കപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന മീഡിയ വണിൻ്റെ ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും, ഉൾക്കൊള്ളാനും കഴിയും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഷാഫി പറമ്പിൽ ഇന്നൊരു നിലപാട് ചോദിച്ചു, പത്രലേഖകർ ചോദിച്ചു, ഞാനാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കാൻ കഷ്ടപ്പെട്ടത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാനാണ് കഷ്ടപ്പെട്ടത്, പക്ഷേ പാർട്ടിയുടെ നിലപാടെടുത്തു. അടൂർ പ്രകാശ് എന്ന് പറഞ്ഞു, എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു, പക്ഷേ ഇന്ന് പാർട്ടിയുടെ നിലപാടെടുത്തു. ഇതുപോലെ കൃത്യമായിട്ട് സത്യസന്ധമായിട്ടും പറയാൻ പറ്റാവുന്നത് ഏത് പാർട്ടിയിലുണ്ട്? അവിടെയാണ് ചോദ്യം. അല്ലാതെ ഞാൻ എവിടെ പറഞ്ഞു, നിങ്ങൾ വളച്ചൊടിച്ചതല്ലേ എന്നല്ലല്ലോ ചോദിച്ചത്. ഞാൻ അന്ന് പറഞ്ഞു, ആ പറഞ്ഞ കാര്യത്തിൽ ഒരു തിരുത്തേണ്ടി വന്നാൽ തിരുത്തുക എന്നുള്ളതാണ്. അതാണ് VD സതീശൻ പറഞ്ഞത്. നിലപാടുണ്ട്. തുടക്കത്തിലെ സസ്പെൻഡ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറായി. 1. 2, അദ്ദേഹത്തെ പുറത്താക്കണമെന്ന പൊതു അഭിപ്രായത്തിലേക്ക് കോൺഗ്രസ് ഈ ദിവസം എത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല, അത് മാതൃകാപരമാണ്. അത് കേരളത്തിന് മനസ്സിലാകുമെന്നാണ് ശ്രീകുമാറിന്റെ പോയിന്റ്. ഞാൻ ബ്രേക്ക് എടുത്ത് വേഗം തിരിച്ചു വരാൻ മറ്റു മറുപടികളിലേക്ക്. യെസ് ചർച്ചയിലേക്ക് വീണ്ടും. സജീവൻ, ഇപ്പം നാളെ ഇദ്ദേഹത്തെ പുറത്താക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ അത് കോൺഗ്രസിന്റെ അനുഭാവികൾ അണികൾ സമ്മതിക്കുക എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സിനെ മറികടക്കേണ്ടി വരില്ലേ? ഉറപ്പാണ്. കാരണം ഇവിടെ അഭിപ്രായം പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെയും മുൻ പ്രതിപക്ഷ നേതാവിനെയും രാജ്മോഹൻ ഉണ്ണിത്താനെയും ഒക്കെ എങ്ങനെയൊക്കെയാണ് ഈ സൈബർ പട എതിരേറ്റതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഇതിന് കൃത്യമായിട്ടും ചെറുക്കാനുള്ള സംവിധാനം അവിടെയുണ്ട്. വളരെ കൃത്യം. നമ്മൾ പലപ്പോഴും ഈ ഓരോ ആളുകളെയും വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുന്ന രൂപത്തിലേ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അഭിപ്രായം പറഞ്ഞു, അദ്ദേഹത്തിനെതിരെ കർക്കശമായ നടപടി വേണ്ടതാണ് എന്ന് പറഞ്ഞപ്പോഴേക്ക് തന്നെ എത്ര ഭീകരമായാണ് ഈ പട ഇറങ്ങിയതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ എന്ത് നടപടി എടുത്തു കഴിഞ്ഞാലും ഇനി നമ്മൾ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ അങ്ങനെ ഒരു പ്രതികരണം ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. എനിക്കേറെ പറയുന്ന ഈ മാന്യനെക്കുറിച്ച് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഓർക്കാവുന്നതാണല്ലോ. അത് ഏത് നേതാവിനെ കുറിച്ചാണെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇത്തരം കുറേ കാര്യങ്ങൾ പല തരത്തിലും വിളിച്ചു പറയുന്ന രൂപത്തിലേക്ക് വരും. അത് സത്യത്തിൽ
കോൺഗ്രസ്സിലെ പല ആളുകൾക്കും ഭയമുണ്ടെന്നുള്ള കാര്യത്തിൽ പോലും സംശയമില്ല. കാരണം പല ആളുകൾക്കും അറിയാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കുന്നു. ഇപ്പോൾ ആദ്യം പരാതി നൽകിയ യുവതി, അവർക്ക് എതിരെ എത്ര ഭീകരമായാണ് ഈ സൈബർ പട രംഗത്തിറങ്ങിയിരുന്നത്. ഇപ്പോൾ രണ്ടാമത്തെ പ്രശ്നം ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ സൈബർ പടയുടെ ഈ കണ്ണും മൂക്കും ഇല്ലാത്ത ആക്രമണത്തെയാണോ പേടി, അതോ വേറെ വല്ല സംഗതിയും എക്സ്പോസ് ചെയ്യപ്പെടും അങ്ങനെ വല്ല ഭയമാണോ ഇതിനകത്തുള്ളത് പ്രവർത്തിക്കുന്നത്? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്കെതിരെ പറയുന്ന ഈ മാന്യനെക്കുറിച്ച് ഞാൻ പറയണോ എന്നൊരു രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ, വേറെ ആരുമില്ല, സൈബർ പടയല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ അത് പലതും പറഞ്ഞ് പുറത്തേക്ക് വന്നേക്കാം. അത്തരം ശരിയാണോ തെറ്റാണോ ഉള്ള വേറെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായപ്പോൾ ഉറപ്പാണല്ലോ പിന്നീട് ബാക്കിയുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി അദൃശ്യമായിട്ട് നിൽക്കുന്ന ആളുകൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുള്ളത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോഴേക്കും പഴയ ചില വീഡിയോ ശ്രീകുമാർ കണ്ടതും കേട്ടതായിരിക്കുമല്ലോ, അത്തരം കാര്യങ്ങളൊക്കെ രംഗത്തേക്ക് വന്നല്ലോ. ഒരു ഒഴുക്കായിട്ട് കാര്യങ്ങൾ വരികയാണ്. കാരണം മിണ്ടിപ്പോയാൽ എന്നുള്ളൊരു ഭീഷണി ഇതിന് പിറകിലുണ്ട്. അത് മാത്രമല്ല ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി നിൽക്കുകയാണ്. അപ്പം എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ശ്രീകുമാർ ചോദിച്ചു. ഇദ്ദേഹത്തിൻ്റെ യാത്ര ഇങ്ങനെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ മാറി സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ആളുകളുണ്ടാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സാധാരണ വ്യക്തിക്ക് ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അദ്ദേഹത്തിന് എന്തെല്ലാമോ തരത്തിലുള്ള പേട്രണേജ് ഉണ്ടാവും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ വേറൊരു കാര്യം, പരാതി കിട്ടി പോലീസിന് കൊടുത്തു, CPI കൊടുത്തു, അത് ശരിയാണ്, പരാതി കിട്ടി പോലീസിന് കൊടുത്തു. പക്ഷേ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞതെന്താണ്? ഒരു പരാതിയല്ല, നിരവധി പരാതികൾ കിട്ടിയിരുന്നു എന്നാണ്. ഇപ്പോൾ അല്ല പറയും, നേരത്തെയാണ് പറഞ്ഞുള്ളത്. അപ്പോൾ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആർഷോടെ പറഞ്ഞൊരു കാര്യം, ഞാൻ നേതാവിൻ്റെ ഇത് പറയുന്നില്ല, കോൺഗ്രസ്സിലെ ഉന്നതനായൊരു നേതാവിൻ്റെ അടുത്ത ബന്ധു, ഞാൻ അങ്ങനെ ഒരു വേഗമായിട്ട് പറയാണ്, അടുത്ത ബന്ധുവിനെ ഉണ്ടായി ഇത്തരത്തിലുള്ളൊരു അപമാനകരമായിട്ടുള്ള അനുഭവം, അത് വെച്ചുകൊണ്ട് AICCക്ക് പരാതി കൊടുത്തു എന്നാണ് നമ്മളൊക്കെ അറിയുന്നത്. ശ്രീകുമാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാവില്ല, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കാര്യമാണ്. ആർഷോ പറഞ്ഞ അത്ര വിശദമായിട്ട് ഞാൻ പറയുന്നില്ല ആരാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ എന്നിട്ടെന്ന് പരാതി കിട്ടിയിട്ട് ഇപ്പോഴത്തെ പരാതി കിട്ടി കൊടുത്തതിൻ്റെ കാര്യം പറയുമ്പോൾ എന്തുകൊണ്ട് അപ്പോൾ കൊടുത്തില്ല എന്നുള്ള ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഭീഷണി പ്രശ്നം, എനിക്കേറെ പറയുന്ന ഈ മാന്യനെക്കുറിച്ച് എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഈ പകുതി പറഞ്ഞ കാര്യങ്ങൾ, അത് പലപ്പോഴും പല ആളുകൾക്കും ഒരുപക്ഷെ വെറുതെ വ്യക്തിപരമായ ഭയത്തിനപ്പുറം ഇത്രയും വലിയ പ്രൊഫൈലുള്ള ഒരാളെ വേഗം എടുത്ത് ഇത്തരം ഒരു കാരണത്തിന് ഒരു കളയുമ്പോൾ ഉണ്ടാകുന്ന പരിക്കിത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. കോൺഗ്രസിന് വേറെ ഒരു വിഷയവും അങ്ങനെ പവർഫുള്ളായിട്ട് ഉയർത്താൻ പറ്റാത്തൊരു സന്ദർഭമാണ്. അല്ല, PM ആർഷോ ഈ നേരത്തെ ശ്രീകുമാർ പറയുകയാണ്, അതായത് ഈ ചെറുപ്പക്കാരൻ എവിടെയാണുള്ളതെന്നൊക്കെ പോലീസിനും സർക്കാരിനും നന്നായിട്ട് അറിയാം, പിടിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഓടട്ടെ എന്ന മട്ടെടുത്തിരിക്കുകയാണ്. എല്ലാ ദിവസവും പുതിയ അപ്ഡേറ്റ്സ് വരട്ടെ, തലക്കെട്ടിൽ ഇതുമാത്രം നിറയട്ടെ, ബാക്കിയെല്ലാം മണ്ണിനടിയിൽ പോട്ടെ എന്ന ഒരു സ്ട്രാറ്റജി എടുത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ഓരോ ദിവസവും തമിഴ്നാട്ടിലാണ്, പൊള്ളാച്ചിയിലാണ്, പിന്നെ എന്താ അത് കഴിഞ്ഞാൽ കർണാടകത്തിലാണ്, ഉൾക്കാട്ടിലേക്ക് കടന്നിരിക്കുന്നതെന്ന മട്ടിൽ ഒരു അരിക്കൊമ്പനെയൊക്കെ പിടിക്കാനുള്ള മിഷൻ പോലെ ഇങ്ങനെ കഥകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ കിട്ടാഞ്ഞിട്ടാണോ? ഇല്ല, ശ്രീകുമാരേട്ടൻ പറയണ കേട്ട തോന്നും. ഇന്നിപ്പോൾ രാവിലെ കെ മുരളീധരൻ പറഞ്ഞ് ഇയാൾ മധുരയാടാൻ പോയിരിക്കുന്നു എന്നാണ്. ഇയാളെ മധുരയാടാൻ വേണ്ടിയിട്ട് അഴിച്ചുവിട്ടത് കേരളത്തെ ഇടതുപക്ഷവും CPM ആയിരുന്നു. അവർ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട്, കാരണം വേറെ വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതെ അങ്ങനെ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു 3-4 വിഷയമൊന്നും ചർച്ച ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ചർച്ച ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഇയാളോട് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ഈ വൃത്തികേടൊക്കെ ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞ് ഞങ്ങളെന്തോ അഴിച്ചു വിട്ടതുപോലെയൊക്കെയാണ് ശ്രീകുമാരേട്ടൻ്റെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തോന്നുക. ആ നിലയിലേക്കല്ല, ഇത് ഏറ്റവും വലിയ ക്രൈമിനാണ് ഇയാൾ നേതൃത്വം കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് ഈ ഘട്ടം വരെ ശ്രീകുമാരേട്ടൻ ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് വലിയ പാടാണ്, വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ പല നേതാക്കൾ, ഇപ്പോൾ വിൻസെൻറ്റിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ വിൻസെൻറ്റിനെ പുറത്താക്കണമെന്ന് പറഞ്ഞ ആളുകളില്ല കോൺഗ്രസിനകത്ത്. ഇപ്പോൾ എൽദോസ് കുന്നപ്പള്ളിയുടെ വിഷയം ഉണ്ടായ ഘട്ടത്തിൽ എൽദോസ് കുന്നപ്പള്ളിയെ പുറത്താക്കണമെന്ന് പറഞ്ഞ ആ നേതാക്കൾ കോൺഗ്രസിനകത്തില്ല. പക്ഷേ ഈ ഘട്ടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാകെ ഇദ്ദേഹം ഇതിനകത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ വേണ്ടി പാടില്ലാത്ത ആളാണ് എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷമെങ്കിലും കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടത്. ഇത് മുൻ മാതൃകകളില്ലാത്ത, ഇത് എന്താ പറയുക, നിയമ നടപടിയോടൊപ്പം തന്നെ കൃത്യമായി ചികിത്സ ഏർപ്പെടുത്തേണ്ടുന്ന, കൃത്യമായി
കൃത്യമായ ചികിത്സ കൊടുക്കേണ്ടുന്ന ആ നിലക്കുള്ള അസുഖബാധിതനാണോ ഇയാൾ, അദ്ദേഹത്തിന് ഈ നിലയ്ക്കുള്ള മാനസിക രോഗം ഉണ്ടോ എന്നുള്ള അടക്കം പരിശോധിച്ച് അതിനു വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടുന്ന അവസ്ഥയുണ്ട് എന്ന ബോധ്യം ചില കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വന്ന ഘട്ടത്തിലാണ് അവരിത് പൊതുമധ്യത്തിൽ വന്നതെന്ന് പറയാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്ന് ദയവായി അങ്ങ് മനസ്സിലാക്കണം. അങ്ങ് ഈ ഘട്ടത്തിലും പറയുന്നത് കേരളത്തിലെ പൊതുജനത്തിലെല്ലാം മനസ്സിലായിട്ടുണ്ട്. പൊതുജനം 100% കോൺഗ്രസിനെ എന്താ പറയുക അനുമോദിച്ചുകൊണ്ടിരിക്കുകയാണ്, കോൺഗ്രസിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് കോൺഗ്രസിലെ ജനങ്ങൾക്കെല്ലാം ബോധ്യമായിട്ടുണ്ട്. അങ്ങനെ ബോധ്യമായതുകൊണ്ടായിരിക്കും ഇന്ന് കേരളത്തിലെ ഒറ്റ കോൺഗ്രസിന്റെ നേതാവ് ഞങ്ങൾ ആരും ഒരു ചാനലിലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് പോകില്ല എന്ന് പറയുകയും പാവം പിടിച്ച ശ്രീകുമാരേട്ടൻ എന്ന് 3-4 ചാനലിലായി ഓടി നടന്ന് പാവം ഒറ്റയ്ക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ എത്തിച്ചേർന്നത് ജനങ്ങൾ ഇത് മുഴുവൻ ബോധ്യമായതുകൊണ്ടല്ല, കോൺഗ്രസിനെ പ്രശംസിക്കുന്നതിന്റെ ഭാഗമായിട്ടല്ല, ഈ വിഷയത്തിനകത്ത് കോൺഗ്രസിന് വേണ്ടി പോയിരിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പറ്റാത്ത സ്ഥിതിയായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണെന്ന് ദയവ് ചെയ്ത് അങ്ങ് മനസ്സിലാക്കണം. നിങ്ങൾ മഹത്തായ നടപടിയല്ല എടുത്തത്. രണ്ട് ഘട്ടങ്ങൾ നോക്കിക്കോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പരാതികളുടെ പ്രവാഹം ഉണ്ടായതിനെ സംബന്ധിച്ച് ആ ഘട്ടത്തിൽ നിങ്ങൾ നടപടി എടുത്തില്ല. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുൻപിലേക്ക്, മാധ്യമങ്ങൾ ത്രൂ പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ശബ്ദരേഖകൾ പുറത്തേക്ക് വന്നപ്പോൾ, ഈ സ്ക്രീൻഷോട്ടുകൾ പുറത്തേക്ക് വന്നപ്പോൾ ആ ഘട്ടത്തിൽ ഗത്യന്തരമില്ലാതെയാണ് നിങ്ങൾ നടപടിയിലേക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനി DGPക്ക് പരാതി ഫോർവേഡ് ചെയ്തു, ഇതിനു മുൻപ് ആരെങ്കിലും പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ പരാതിയോടൊപ്പം പരാതിയുടെ കോപ്പി പരാതിക്കാരി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് കൈമാറുന്ന നിലയുണ്ടായി. മാധ്യമങ്ങളിലൂടെ പരാതിയുടെ വിവരം പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ മാത്രമാണ് KPCCയുടെ പ്രസിഡന്റ് പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തത്. അതിനു മുമ്പ് കയ്യിലേക്ക് എത്തിയ KPCC ആസ്ഥാനത്തേക്ക് എത്തിയ ഡസൺ കണക്കിന് പരാതികൾ മുക്കി. അതിൽ ഈ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുതൽ പ്രായമായ മുതിർന്ന സ്ത്രീകളുടെ വരെ പരാതി KPCCയുടെ വിവിധ കോൺഗ്രസിന്റെ കേരളത്തിലെ വിവിധ നേതാക്കളുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. ശ്രീകുമാരേട്ടൻ അതിനെ സംബന്ധിച്ച് ബോധ്യമില്ലാഞ്ഞിട്ടൊന്നുമില്ല. ഇതത്രയും മുഖ്യ ആളുകളാണ്. ഇപ്പൊ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് ഒരു പരാതിയുടെ വിശദാംശങ്ങൾ വന്ന ഘട്ടത്തിൽ മാത്രം DGPക്ക് ആ പരാതി കൈമാറിയിട്ടുള്ളത്. ഈ പ്രിയപ്പെട്ട നിഷാദെ, ഈ പറഞ്ഞ വ്യക്തി ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഏതോ കാട്ടിൽ അട്ടയുടെ കടിയും കൊണ്ട് ഈ പറഞ്ഞ പോലെ കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിച്ച് കിഴങ്ങും ഭക്ഷിച്ച് ഏതെങ്കിലും കാട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മണിക്കൂറുകൾക്കകത്ത് തന്നെ കേരള പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടാകും. അയാൾക്ക് കിട്ടാവുന്ന നിലയിലേക്കുള്ള ഏറ്റവും കടുത്ത ശിക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഭാഗത്തുണ്ടാകും. ഇതുപോലൊരു പെർവട്ടിനെ ചുമക്കുന്നതിൽ നിന്ന് കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചല്ലോ, കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള എല്ലാവരുടെയും താല്പര്യമെന്ന്. ഈ ഘട്ടത്തിലും പൊതുസമൂഹം കാണുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് ഈ നാടിനകത്ത് അവശേഷിക്കണം എന്ന് താല്പര്യമുള്ള മുഴുവൻ ആളുകളും കാണുന്നത് കോൺഗ്രസിനകത്തെ ചില ആളുകൾ, ചില നേതാക്കൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പേർവെട്ടിനെ പിന്താങ്ങുന്ന ഇയാളുടെ ഈ പറഞ്ഞ പോലെ ഇയാൾക്ക് ആർപ്പുവിളികളുമായി ഇയാളുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘം കോൺഗ്രസ് തകർന്നാലും വേണ്ടില്ല, കോൺഗ്രസ് നാമാവശേഷമായാലും വേണ്ടില്ല, രാഹുൽ മാങ്കൂട്ടം ഇവിടെ വേണം, അയാൾ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീകുമാർ ഒരു കാര്യം അദ്ദേഹം ശ്രീകുമാർ നേരത്തെ ആർഷോ പറഞ്ഞു ഇദ്ദേഹം ഒരു കുഴപ്പക്കാരനാണെന്ന പൂർണ്ണ ബോധ്യം ശ്രീകുമാരേട്ടന് പോലും വന്നിട്ടില്ലല്ലോ എന്ന്. താങ്കൾക്ക് അതിന് മറുപടി പറയാം. രണ്ടാമത്തെ കാര്യം ഇതാണ്, ഈ കോൺഗ്രസിന്റെ അണികൾ, അനുഭാവികൾ, സിംപതൈസേഴ്സ്, ഇവരെല്ലാവരും കൂടി നല്ല വിഭാഗം ആൾക്കാർ വിചാരിക്കുന്നു ഈ നമുക്ക് അടുത്ത തവണ ഈ പഞ്ചായത്ത് ഇലക്ഷൻ തോറ്റാലും വേണ്ടില്ല, അടുത്ത തവണ അസംബ്ലിയിൽ തോറ്റാലും വേണ്ടില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലെങ്കിൽ നമുക്ക് അതിജീവനം സാധ്യമല്ല എന്ന മട്ടിൽ ഹാലിളക്കുകയാണ് ഒരു കൂട്ടം. ഇവരെ വെച്ചിട്ടാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടാൻ പോകുന്നത്, ഈ സംഘത്തെയും വെച്ചിട്ട്? നോക്കൂ, നമ്മൾ ഈ സൈബർ ഇടങ്ങളിലെ എന്തെങ്കിലും വിവരക്കേടുകൾ കണ്ടിട്ട് നമ്മൾ കോൺഗ്രസ് പ്രസ്ഥാനത്തെ അളക്കരുത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആരോപണ വിധേയനായ CPMന്റെ ഭാഷയിൽ കുറ്റാരോപിതനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലായിരിക്കും. കാരണം എന്താ അറിയാമോ, ഇങ്ങനത്തെ കേസൊക്കെ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ഒളിവിൽ പോകും. കുറച്ചു കാലം മുമ്പ് അട്ടകടിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരാൾ ഒളിവിൽ പോയ കഥ നമുക്കറിയാമല്ലോ, കണ്ണൂർ ജില്ലയിൽ. അതൊക്കെ ജാമ്യം കിട്ടാതിരിക്കുമ്പോൾ കിട്ടാത്ത കഥയൊക്കെ വരുമ്പോൾ ഒരുപാട് പേരൊക്കെ ഒളിവിലൊക്കെ പോകും, പിന്നെ തിരിച്ചു വരും. അതൊക്കെ രാഷ്ട്രീയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതൊക്കെ അതിലേക്കൊന്നും ഞാൻ ചർച്ചയ്ക്ക് പോകുന്നില്ല. കിടന്നോട്ടെ. നെഞ്ചുവേദന ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ കക്ഷിയാണ് ഇപ്പോ. മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല ഈ അട്ടകടി കൊണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങ് മനസ്സിലാക്കി. ഇയാൾ മഹത്തായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടല്ല ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണോ? എനിക്കെന്താ അറിയോ, ഞാൻ ഈ വ്യക്തികളുടെ പേര് പറയാറില്ല, അതൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിലായി കാണും. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയിപ്പോൾ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവിടെ ഈ ഭയം എന്ന് പറഞ്ഞു, ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടം എന്തിനാ ഭയക്കുന്നത്?
അത് രാഷ്ട്രീയ കക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന നിഷാദെ, പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് പത്മകുമാർ എന്തെങ്കിലും വിളിച്ചു പറയും എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുന്നില്ല കോൺഗ്രസ്. അതുപോലെ ഇവർ തിരിച്ചു ചോദിച്ചിട്ട് കുഴപ്പമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഈ എൽദോസ് കുന്നപ്പള്ളിയുടെ വിൻസെൻ്റ് പറഞ്ഞു കോൺഗ്രസ് എന്തായാലും മാറ്റി നിർത്തിയിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ വിൻസെൻ്റ് പിന്നീട് അസംബ്ലിയിൽ മത്സരിച്ച് ജയിച്ചിട്ടാണ് വീണ്ടും വന്നത്. അന്നത്തെ പരാതി അവിടെ നിൽപ്പുണ്ട്, കള്ളപ്പരാതി. എന്നിട്ട് അദ്ദേഹത്തെ അസംബ്ലിയിൽ മത്സരിപ്പിച്ചു കോൺഗ്രസ്. അദ്ദേഹം കോൺഗ്രസ് ജയിച്ചു. തിരുവനന്തപുരത്തെ ഞാൻ പറയട്ടെ തിരുവനന്തപുരത്തെ ഏക MLA ആണ് വിൻസെൻ്റ്. ജയിപ്പിച്ചു, ജനങ്ങൾ ജയിപ്പിച്ചോട്ടാണ്. പരാതി തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു, ജയിപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ വിഷയം വന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക നടപടി കഴിഞ്ഞു. പിന്നെ അടുത്ത നടപടി CPM ആഗ്രഹിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുക. കോൺഗ്രസിൻ്റെ നയമുണ്ട്. ആ കോൺഗ്രസിൻ്റെ നയം എന്താണ്? എല്ലാവരുമായിട്ടും ചർച്ച ചെയ്യും. ചർച്ച ചെയ്തിട്ടൊരു തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനം നാളെ വിമർശിക്കപ്പെടാൻ പാടില്ല. ഇപ്പം നേരത്തെ നിഷാദ് തന്നെ പറഞ്ഞല്ലോ ഈ സസ്പെൻഷനെ കുറിച്ച്, അത് പൂർണ്ണമല്ലാതെ പറഞ്ഞല്ലോ. അത് പൂർണ്ണമല്ലെന്ന് നിങ്ങൾ പറയാൻ കാരണം എന്താണ്? ആ സസ്പെൻഷൻ്റെ കാലാവധി പറയാത്തതുകൊണ്ടാണ്. അതുപോലെ നാളെ ഈ ഡിസ്മിസ് ആക്കുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും നടപടി കോൺഗ്രസ് എടുത്താൽ തന്നെ ആ നടപടി കോടതി ചോദ്യം ചെയ്യാൻ പാടില്ല. ആ നടപടിയെ CPM-നെ പോലുള്ള കക്ഷിക്ക് വിമർശിക്കാനും പാടില്ല. അപ്പോൾ CPM എന്ത് ചിന്തിക്കുന്നു എന്നതുപോലെയല്ല കോൺഗ്രസ് പരിപാടി ഈ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളത്. പിന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ഒരു രൂക്ഷമായ പ്രതികരണം ഈ CPM ഗവൺമെൻറ്റിനോട് നടത്തേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കേരളത്തിലെ ഒരു വിഭാഗം യുവപ്രവർത്തകർക്ക് ആവേശം വന്നതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ അതിതീവ്രമായ CPM വിരുദ്ധ നിലപാടായിരുന്നു. പക്ഷേ ആ നിലപാടെല്ലാം അദ്ദേഹം ഇപ്പോൾ കൊണ്ട് കളഞ്ഞു എന്നുള്ള വേറെ കാര്യം. ആ നിലപാടാണ് അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചെന്നുള്ളത് അതൊരു വസ്തുതയാണ്, കേരള രാഷ്ട്രീയത്തിലൊരു വസ്തുതയാണത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം കൊണ്ട് കളഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും? അത് അദ്ദേഹം കൊണ്ട് കളഞ്ഞു. പക്ഷേ പാർട്ടിക്ക് ഒരു നടപടിയുണ്ട്. പാർട്ടിയുടെ നടപടി എന്താണ്? സ്ഥാനങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല. ശരിയായ സമീപനം തന്നെ എടുത്തു പോകുന്നുണ്ട്. അതിന്റെ തുടർ നടപടികളും പെർഫെക്റ്റ് ആയി തന്നെ എടുക്കുമെന്നാണ് അദ്ദേഹം പറയുന്ന കാര്യം. എന്തായാലും കോൺഗ്രസ് ആ കാര്യത്തിൽ കടുത്ത നടപടിയിലേക്ക് പോകുന്നുണ്ടോ എന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. നാളെ അദ്ദേഹത്തിന്റെ ജാമ്യഹർജിയിലെ വിധിയും വരാൻ പോവുകയാണല്ലോ. ശരി, ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു CPM ഷോ ശ്രീകുമാർ, CS സജീവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അഭിപ്രായങ്ങൾ നിലപാടുകൾ പറഞ്ഞതിനോട് വേണം.